ഹലോ, എല്ലാവർക്കും JBR ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ബീന. നമ്മുടെ സ്ഥലം തിരുവനന്തപുരമാണ്. നമ്മളിന്ന് വീണ്ടും പെറ്റൂണിയ എനിക്കൊരു വളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് പറയാമെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതാണ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു വളമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ള. എല്ലാ കൂട്ടുകാരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. പ്ലാൻസ് ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഷെയർ കൂടെ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. നമ്മളെ ഈ പെറ്റോണിക്കിപ്പം ബീട്രൂട്ട് കളർന്നും കൂടെ ഒരു പേരായി അല്ലേ. അപ്പം എല്ലാവർക്കും ഇത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് അറിയണതേ. സംഭവം ശരിയാണ് കേട്ടോ. ബീട്രൂട്ടിൻ്റെ കളറാണ് കറക്റ്റ്, റെഡല്ല. നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയായിട്ട് വരാനും ബുഷിയായിട്ട് വരാനും ഇതായിട്ട് നല്ല ദട്ടൊക്കെ വരാൻ ഞാൻ ചെയ്ത് കൊടുത്ത വളം എന്താണെന്ന് പറയാമേ. ഇതൊക്കെ കണ്ട മദർ പ്ലാന്റ് ആയിരുന്നു. ഇത് കഴിഞ്ഞെന്ന് ഞാൻ വിചാരിച്ച് നിർത്തിയിരുന്നതാണ്. കുറച്ച് കട്ടിങ് കിട്ടുമെങ്കിൽ എടുക്കാമെന്ന് നിർത്തിയിരുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ശിഖരങ്ങൾ പൊട്ടി എൻ്റെ കട്ടിങ് എടുക്കാൻ കണക്കിന് ഒരുപാട് നല്ല ഫ്രഷായിട്ട് വീണ്ടും വരണുണ്ട്. ഇത് അടിഭാഗമൊക്കെ കുറച്ചൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് വീണ്ടും ഒരു നല്ല ബുഷി പ്ലാന്റായിട്ട് മാറുവേ. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ്സിന് കൊടുത്തിട്ടുള്ള വളം നമ്മൾ DAP ആണേ. DAP കുറേ പേരൊക്കെ വിളിച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു DAP നമുക്ക് കൊടുക്കാമോ എന്ന്. അപ്പോൾ ഞാൻ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്കൊരു പേടിയായിരുന്നു. ഞാൻ പറഞ്ഞു കൊടുക്കാൻ പാടില്ല, NPK മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയെന്ന് എൻ്റെ ഒന്ന് പ്ലാന്റ്സ് വാങ്ങിച്ചാൽ കുറച്ച് പേരടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് ചെടിക്ക് DAP ഇട്ടൊന്ന് പരീക്ഷിച്ചു. പക്ഷേ നല്ല റിസൾട്ടാണ് കിട്ടിയത്. ധൈര്യമായിട്ട് എല്ലാവർക്കും ചെയ്ത് കൊടുക്കാം. നമ്മൾ DAP വാങ്ങിച്ചിട്ട് നല്ല റേറ്റും കുറവാണ്. DAP വാങ്ങിച്ചിട്ട് ചെടിയുടെ ചുറ്റും ഒരു ചെടിക്ക് ഇത്രയുള്ള ഒരു ചെടിക്ക് ഒരു 5 തരി അത്ര മാത്രമേ ഇടാവൂ. ദൂരെ കൂട്ടി 5 തരി മണ്ണിളക്കിയിട്ട് നമുക്ക് കുഴിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ചുവട് ഇളക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ മുടങ്ങാതെ 2 നേരം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരിക്കലും മറക്കരുതേ, നന്നായിട്ട് വെള്ളവും കൊടുക്കണം. അപ്പോൾ പെറ്റൂണിയ അതുപോലെ ഫ്ലവർ കയറുന്ന എല്ലാ പ്ലാന്റിനും നമുക്ക് DAP കൊടുക്കാം. നല്ല ബുഷിയായിട്ട് വരാനും ഇൻഡോർ പ്ലാന്റിന് കൊടുക്കാനും എല്ലാത്തിനും DAP നല്ലൊരു വളമാണേ. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്ലാന്റിനും ഞാനിപ്പോൾ DAP ഇതെല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. നല്ല ബുഷിയായിട്ട് നല്ല പച്ചയായിട്ട് ഇത് കൂടെ നല്ല ഗ്രീൻ കളറിൽ ലീഫൊക്കെ വന്നിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട്. ഇതാണ്ട ചെറിയ തൈയാണ്, അതിനും നമ്മൾ DAP ഇട്ട് കൊടുത്തത് നല്ല ബുഷിയായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ പേർക്കൊക്കെ പ്ലാന്റ്സ് അയച്ച് കൊടുത്തിട്ടുണ്ട്. കയ്യിൽ കിട്ടിയ എല്ലാവരും അതിൻ്റെ ചെറിയ തീ ഭാഗം പറഞ്ഞ ഭാഗം കട്ട് ചെയ്ത് വെറും മണ്ണിൽ വെച്ചിട്ട് ഷെയ്ഡിൽ വെച്ച് കൊടുക്കാൻ മറക്കരുതേ. ഷെയ്ഡിൽ വെച്ച് പിടിപ്പിക്കണം. മഴ സമയമാണ്, മഴയും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് ഈ റെഡിൻ്റെ ബീട്രൂട്ട് കളറിൻ്റെ കുറച്ച് പ്ലാന്റ് കൂടെ അടുത്ത് വീണ്ടും സെയിനായിട്ട് ആവാറായിട്ടുണ്ട്. ഒരു 2 ആഴ്ചക്കകത്ത് വീണ്ടും നമ്മൾ പെറ്റൂണിയുടെ സെയിൽ വീഡിയോ ഇടും. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തിടണം. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോഴൊക്കെ കറക്റ്റ് എല്ലാവർക്കും കിട്ടും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മളെ പെറ്റൂണി ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യണേ. ഓക്കേ.